നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചരിത്രം രചിച്ച ന്യൂമാൻ NCC ബാൻഡ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതായി ന്യൂമാൻ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കരുണാപുരം ബാലൻപിള്ള സിറ്റിയിലെ ഗ്രാമീണ പാതയെ അധികൃതർ അവഗണിക്കുന്നതായി നാട്ടുകാർ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ UDF കുടുംബയോഗം നടത്തി. സൗത്ത് പിടവൂരിൽ നടന്ന UDF കുടുംബ സംഗമം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം PS നജീവ് ഉദ്ഘാടനം ചെയ്തു. വഴുത്തല ശാന്തിഗിരിയുടെ ഭിന്നശേഷിക്കാർക്കുള്ള തടസ്സരഹിത ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കപ്പെട്ട വീടിന്റെ താക്കോൽദാനം നടത്തി. സിനിമാ താരം മോഹൻലാൽ താക്കോൽദാനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ചരിത്രം രചിച്ച ന്യൂമാൻ NCC ബാൻഡ് വീണ്ടും ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതായി ന്യൂമാൻ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ NCC ബാൻഡ് എന്ന നിലയിൽ ന്യൂമാൻ ബാൻഡ് ഡൽഹിയിൽ മാറ്റുരച്ചിരുന്നു. ആൺകുട്ടികളുടെ വിഭാഗമാണ് ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീം NCC കേരളം ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ കോട്ടയം ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന 18 കേരള ബറ്റാലിയന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് NCC പുരുഷ വിഭാഗം ബാൻഡ് റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. Brass band from the MP and the Chhattisgarh Directorate, Birla Balika Vidyapeeth Pilani Rajasthan Directorate, and the Newman College band from Kerala Lakshadweep Directorate. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ NCC ഡൽഹിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കേരളത്തിന് അഭിമാനമായി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ന്യൂമാൻ NCC ബാൻഡ് വീണ്ടും ചരിത്രം രചിച്ചു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ NCC ബാൻഡ് എന്ന നിലയിൽ ന്യൂമാൻ ബാൻഡ് ഡൽഹിയിൽ മാറ്റുരച്ചിരുന്നു. ആൺകുട്ടികളുടെ വിഭാഗമാണ് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീം NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ കോട്ടയം ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന 18 കേരള ബറ്റാലിയന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് NCC പുരുഷ വിഭാഗം ബാൻഡ് റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യൻ NCCയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവ നേട്ടമാണ് ഒരു സീനിയർ പുരുഷ വിഭാഗം ബാൻഡ് റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. NCCയുടെ ഈ ചരിത്ര നേട്ടത്തിൽ ഏവരും അഭിമാനിക്കുന്നുവെന്നും ടീമിന്റെ തിരഞ്ഞെടുപ്പിൽ സന്തോഷവും പ്രതീക്ഷയും ഉണ്ടെന്നും കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം NCC കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GVS റെഡ്ഡി, കോതമംഗലം രൂപത വികാരി ജനറൽമാരായ റവറൻ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട്, മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഡോക്ടർ പോൾ പാറത്താഴത്ത്, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനുജ ജോസഫ്, കോതമംഗലം MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം നമ്മുടെ ന്യൂമാൻ കോളേജിൽ നിന്ന് NCCയുടെ വനിതാ ടീമാണ് പോയതെങ്കിൽ ഈ വർഷം ന്യൂമാൻ കോളേജിൽ നിന്ന് NCCയുടെ ആൺവിഭാഗത്തിൽപ്പെട്ട ടീമാണ് പോവുക. 45 NCC കേഡറ്റ്സാണ് അതിൽ പങ്കെടുക്കുക. ഇപ്പോൾ ന്യൂമാൻ കോളേജിൽ 30 കുട്ടികളും, നിർമ്മല കോളേജിൽ നിന്ന് 5, കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സിന് 5, MA കോളേജിൽ 5, അങ്ങനെ 45 കുട്ടികളാണ് പങ്കെടുക്കുക. ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് ആ ടീം ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കുകയും അതിനനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളിലും ബാൻഡ് ഡിസ്പ്ലേ നടത്തുകയും ചെയ്തു. ന്യൂമാൻ കോളേജിൽ 30 കുട്ടികളാണ്. അപ്പോൾ ഒരു ടീം വർക്കുണ്ട്. അതിനകത്തൊരു എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്ന ഒരു ദേശീയ ദേശനിർമ്മാണത്തിന്
NCC ഉന്നം വയ്ക്കുന്ന ആ ഒരു ഉദാത്ത ലക്ഷ്യത്തിലേക്ക് ചേർന്ന വിധത്തിൽ NCC കേഡറ്റ്സിനെ വിവിധ കോളേജും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ന്യൂമാൻ കോളേജിൽ തന്നെ പരിശീലനം കൊടുത്ത് അവരെ ഈ ദേശീയ റോബോട്ട് ദിന പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങും അതുകൊണ്ട് പ്രസിഡന്റ് മീറ്റിങ്ങും എല്ലാം ബാൻഡ് ഡിസ്പ്ലേക്ക് അവർ സജ്ജമാക്കി ചെയ്യുകയാണ്. അത് ഒരു സന്തോഷകരമായ അനുഭവവും ഒരു പ്രതീതി തീർച്ചയായിട്ടും NCC കൊടുക്കും എന്ന് സംശയമില്ല. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ ആശിക്കുമ്പോൾ നമുക്ക് A++ കിട്ടി, 3.71 കിട്ടി, 50,000 കോളേജാണ് ഇന്ത്യയിൽ മൊത്തമുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന 6-7 കോളേജുകൾ ഒന്നായിട്ട് ന്യൂമാൻ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അത്രയും വലിയ ഒരു അക്കാഡമിക് നേട്ടത്തോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ദേശനിർമ്മിതിക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ്, NCC NSS പ്രോഗ്രാംസൊക്കെ ഒപ്പം തന്നെ ഉണ്ട് എന്നത് ഈ കോളേജിൻ്റെ സവിശേഷതയാണ്, വ്യതിരിക്തതയാണ്. 2 വർഷം മുന്നേ കഴിഞ്ഞ വർഷം നമ്മുടെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തത്, സിസ്റ്റർ നോയൽ. കാരണം NSSും അതുപോലെ തുല്യമായി തന്നെ പ്രാധാന്യം അറിയിക്കുന്ന വളർച്ചയും വികാസവും MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഏറ്റവും മികച്ച ഒരു യൂണിറ്റായിട്ട് NSS കോളേജ് നമ്മുടെ ന്യൂമാൻ കോളേജ് ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികൾ UDF നേതാക്കൾക്കൊപ്പം പ്രവർത്തകർക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയാണ് പത്രികകൾ നൽകിയത്. പഞ്ചായത്ത് സെക്രട്ടറി പത്രികകൾ സ്വീകരിച്ചു. UDF നേതാക്കളായ PK ചന്ദ്രശേഖരൻ നായർ, നിസാർ ഈറക്കിൽ, മാത്യു, ഹാൻസി പോൾ, എബി എബ്രഹാം, PS നജീവ്, ഷാജി വർഗീസ്, ജോമി തെക്കേക്കര, KK ഹുസൈൻ, MS ബെന്നി, ജോണി പോൾ, AT പൗലോസ്, റോയ് സക്കറിയ, ES കുഞ്ഞുവാവ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDFന്റെ 15 സ്ഥാനാർത്ഥികളും പത്രിക നൽകി. NS ഓഡിറ്റോറിയത്തിന് സമീപം സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് സ്ഥാനാർത്ഥികൾ UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി പത്രികകൾ നൽകിയത്. പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജം പത്രികകൾ സ്വീകരിച്ചു. സ്ഥാനാർത്ഥികളായ സജിത ഗോപി, ഷാജു ലൂക്കോസ്, PP കുട്ടൻ, ആൻസി ഹാരിസ്, അജ്മി അൻസാരി, TN ശശി, ഉമൈബ അഷ്റഫ്, സംഗീത പ്രകാശ്, അരുൺ അയ്യപ്പൻ, ബിനു അജയകുമാർ, PT മാത്യു, പത്മിനി സുകുമാരൻ, ഡയാന നോബി, PA യൂസഫ്, ഷജി ബെസി എന്നിവരാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ. പത്രികാ സമർപ്പണത്തിന് UDF നേതാക്കളായ PK ചന്ദ്രശേഖരൻ നായർ, നിസാർ ഈറക്കൽ, മാത്യു എക്കൊറ്റം, ഹാൻസി പോൾ, എബി എബ്രഹാം, PS നജീബ്, ഷാജി വർഗീസ്, ജോമി തെക്കേക്കര, KK ഹുസൈൻ, MS ബെന്നി, ജോണി പോൾ, AT പൗലോസ്, റോയി സക്രിയ, ES കുഞ്ഞുബാവ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമഗ്രമായിട്ടുള്ള വികസനം കഴിഞ്ഞ 5 വർഷം കാഴ്ചവെച്ച ഈ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് എറണാകുളം ജില്ലയിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുമ്പോൾ ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നോമിനേഷൻ കൊടുക്കുന്നത്. ഞങ്ങൾക്കറിയാം, ജനങ്ങൾ ഒരിക്കൽ പോലും ഐക്യ ജനാധിപത്യ മുന്നണി കൈവിടില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഇതുപോലുള്ള ഭരണം കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. ആ ജനങ്ങളുടെ വിശ്വാസമാണ്, ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ പൂർണ്ണമായ ഇന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും സഹായവും സഹകരണവും ഐക്യ ജനാധിപത്യത്തിന് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കരുണാപുരം ബാലൻപിള്ള സിറ്റിയിലെ ഗ്രാമീണ പാതയെ അധികൃതർ അവഗണിക്കുന്നതായി നാട്ടുകാർ. ബാലൻപിള്ള സിറ്റി ദാസ്പടി അംഗനവാടി റോഡാണ് ശോചനീയാവസ്ഥയിൽ ഉള്ളത്. നിലവിൽ നാട്ടുകാരും സമീപത്തെ അംഗനവാടിയിലേക്കുള്ള കുട്ടികളും
ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത്. റോഡിൽ കലുങ്ക് നിർമ്മാണം അടിയന്തരമായി നടത്തണമെന്ന് ആവശ്യം. റോഡും കൃഷിയും സംരക്ഷിക്കാൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇടുക്കിയുടെ കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള പാതയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായി മാറിയത്. മുൻപ് വാഹനങ്ങൾ ഓടിയിരുന്ന മൺപാതയായിരുന്നു ഇത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപുണ്ടായ പെരുമഴയിൽ സമീപത്തെ തോട്ടിലെ മൺതിട്ട ഇടിയുകയും റോഡ് കാൽനട യാത്രക്കാർക്ക് ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. നിലവിൽ നാട്ടുകാരും സമീപത്തെ അംഗൻവാടിയിലേക്കുള്ള കുട്ടികളും ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തോടാണ്. തോട് വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ റോഡ് ഇതാണ് പൈലിക്കാനത്ത് നിന്ന് ഇങ്ങനെ വാൽമൂർ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരുന്ന റോഡ്. ഇപ്പോൾ ഇവിടുന്ന് കണ്ട് 300 മീറ്റർ ഉള്ളൂ ഈ അങ്കൻവാടിയിലൂടെ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി. ഇപ്പോൾ അങ്കൻവാടി പോകുന്ന പിള്ളേരെ ഈ പ്രദേശമുള്ളവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് 1.5 കിലോമീറ്റർ ചുറ്റി നടന്ന് വേണം അപ്പുറത്ത് ചെല്ലാൻ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രദേശവാസികൾക്ക് ഒരു കാരണവശാലും നടന്ന് അല്ലെങ്കിൽ ഒരു വണ്ടി വന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ നിൽക്കുന്നത്. ഈ വർഷങ്ങളായിട്ട് വരുന്ന മെമ്പർമാർ വരുമ്പോൾ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ പ്രൊജക്റ്റ് ഇതായിരിക്കും എന്നും പറഞ്ഞാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 4-5 ടേമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. ഒരു തീരുമാനം ഇതിനോട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പം എന്താണ്ട് ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ അക്കരെ താമസിക്കുന്ന ചേട്ടനാണ്. ഈ ചേട്ടൻ്റെ കാല് വയ്യാത്തതാണ്, ചേച്ചിക്ക് വയ്യാത്തതാണ്. അവർ പിന്നെ ആശുപത്രി പോകാനും മറ്റും പെട്ടെന്ന് പോകാനൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറത്ത് വഴി സൈഡിൽ വാടകയ്ക്ക് വീടെടുത്ത് അവിടെ പോയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാലകാലങ്ങൾ വരുന്ന ഭരണസമിതി ഈ പറച്ചിലല്ലാതെ കൊണ്ട് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ നാട്ടുകാർ ഒന്നടങ്കം ഇതിനൊരു പ്രതിഷേധവും പ്രക്ഷോഭമായിട്ട് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത്. 300 മീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും തോടിനു കുറുകെ കലുങ്ക് നിർമ്മിക്കുകയും ചെയ്താൽ ഗതാഗതം സാധ്യമാകും. സമീപ മേഖലകളിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തികൾ മഴവെള്ളം റോഡിലൂടെ തിരിച്ചുവിട്ടിരിക്കുന്നതിനാൽ റോഡ് കൂടുതൽ ഇടിയുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. സമീപവാസി വെള്ളം കൃഷിയിടത്തിലേക്കും റോഡിലേക്കും ഒഴുക്കി വിടുന്നതിനാൽ കൃഷി നശിച്ചതായി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞയിടെ കർഷക കരുണാപുരം പഞ്ചായത്ത് സമരം ഇരുന്നിരുന്നു. എന്നാൽ വെള്ളം സുരക്ഷിതമായി തോട്ടിലേക്ക് ഒഴുകിപ്പോകാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. റോഡും കൃഷിയും സംരക്ഷിക്കാൻ ഇടപെടലുണ്ടായില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. DCL കരയന്താനി മേഖല ടാലന്റ് ഫെസ്റ്റ് സെയിന്റ് ജോർജ് HSSൽ നടത്തി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ലീഡർ ജോസിയ ജോസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ദീപ വർഗീസ്, പ്രൊഫസർ ട്രഷറർ ജോത്സന ജോസ് എന്നിവർ പ്രസംഗിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ടാലന്റ് ഫെസ്റ്റിൽ 261 പോയിന്റോടെ കലയന്താനി സെയിന്റ് ജോർജ് സ്കൂൾ ഓവറോൾ കിരീടം നേടി. DCL കലയന്താനി മേഖല ടാലന്റ് ഫെസ്റ്റ് സെന്റ് ജോർജ് HSSൽ നടത്തി. ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ലീഡർ ജോസിയ ജോസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ദീപ വർഗീസ്, പ്രവിശ്യ ട്രഷറർ ജോത്സന ജോസ് എന്നിവർ സംസാരിച്ചു. 261 പോയിന്റോടെ കലയന്താനി സെന്റ് ജോർജ് സ്കൂൾ ഓവറോൾ കിരീടം നേടി. വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പ് കരസ്ഥമാക്കി. മീൻമുട്ടി മാർമാത്തീസ് UP സ്കൂളാണ് സെക്കൻഡ് റണ്ണറപ്പ്. പന്നിമറ്റം സെന്റ് ജോസഫ് LP സ്കൂളും മികച്ച വിജയം നേടി. സമാപന സമ്മേളനത്തിൽ തൊടുപുഴ പ്രവിശ്യ കോർഡിനേറ്റർ റോയ് ജെ കലറിങ്ങാട്ട് സമ്മാന വിതരണം നിർവഹിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി അലോണ മേരി അരുൺ അധ്യക്ഷത വഹിച്ചു. സിബി കണിയാരകം, ശ്രീവിദ്യ R, സുനിത സുരേന്ദ്രൻ, ലിൻസി ലോറൻസ്, നൌറിൻ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കലയന്താനി. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ UDF കുടുംബ സംഗമം നടത്തി. സൗത്ത് പിടവൂരിൽ നടന്ന UDF കുടുംബ സംഗമം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം PS നജീബ് ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PK ചന്ദ്രശേഖരൻ നായർ, UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഇറക്കൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ UDF കുടുംബയോഗം നടത്തി. സൗത്ത് പിടവൂരിൽ നടന്ന UDF കുടുംബസംഗമം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം PS നജീബ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയുമോ, ഇതേപോലുള്ള ഒരു വീടിന്റെ മുറ്റത്ത് വിനോദിനി എന്ന് പറയുന്ന നമുക്കറിയാം. ഞാൻ ഇന്നലെയും പറഞ്ഞു, 9 വയസ്സുള്ള 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിനോദിനി ഇതേപോലെ സഹോദരിമാര് പ്രത്യേകം കേൾക്ക്, ഉമ്മയുടെ മാതൃഹൃദയമുള്ള മക്കളെ നമ്മൾ വളർത്തുന്ന പൊന്നു മക്കളെ പോലെ നമ്മൾ വളർത്തുന്ന, തലയിലും താഴെയും വെക്കാതെ കൊണ്ടു നടക്കുന്ന നമ്മ മക്കൾക്ക് ഒരു കൈവിരല് അതിന്റെ ഒന്ന് മുറിവ് സംഭവിച്ചിട്ട് ഒരു തുള്ളി രക്തം നിലത്തുറ്റിയാൽ അതുപോലും സഹിക്കാൻ കഴിയാത്ത നമ്മുടെ മക്കളെ പൊന്നുപോലെ നമ്മൾ നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അറിയുമോ, വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ ഒരു മകൾ വീണ് പരിക്ക് പറ്റിയ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ, വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ, പരിശോധനയ്ക്ക് മറ്റു മാർഗങ്ങളില്ലാതെ കടത്തിന്റെ മുകളിൽ കടവുമാക്കി ഈ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയ ഈ പറയുന്ന ദുഷ്പ്രവർത്തനത്തിനെതിരെ ഈ ഭരണാധികാരികൾ ഒരു ചെറുവിരൽ അനക്കാത്തതിന്റെ തിക്ത അനുഭവം എന്നോണം ആ പൊന്നുമകളുടെ വലത് കൈ മുറിച്ചു മാറ്റി. PK അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു.
UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ P.K. ചന്ദ്രശേഖരൻ നായർ, UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഈറക്കൽ, ജില്ലാ പഞ്ചായത്ത് പോത്താനിക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ജോമി തേക്കേക്കര, പല്ലാരിമംഗലം ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാജേഷ് കുഞ്ഞുമോൻ, പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളായ അജ്മി അൻസാരി, ഉമൈബ അഷ്റഫ്, ഹാൻസി ഹാരിസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK ഹുസൈൻ, KM സെയ്ദ്, AT പൗലോസ്, കമർ ആക്കട, MA മൊയ്തീൻ, CK അലിയാർ, KA സലിംകുൻ, അബ്ദുറഹ്മാൻ EB, ഹലീൽ മണ്ടോട്ടി, റഷീദ് പെന്നിരിക്കൽ, ജോസഫ് മറ്റപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൂന്നാർ മാട്ടുപ്പെട്ടിക്ക് സമീപം വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട കുട്ടികൾ സഞ്ചരിച്ച ജീപ്പാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. തമിഴ്നാട് തരൂരിൽ നിന്ന് 2 ബസ്സുകളിലായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സംഘം വിനോദസഞ്ചാരത്തിനായി മൂന്നാറിൽ എത്തിയത്. മൂന്നാറിലെത്തിയ ശേഷം തുടർയാത്രയ്ക്ക് ഇവർ ജീപ്പ് എടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു മൂന്നാർ മാട്ടുപ്പെട്ടിക്ക് സമീപം വാഹനാപകടം സംഭവിച്ചത്. വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക് സംഭവിച്ചു. ഇതിൽ ഒരു കുട്ടിക്ക് ഗുരുതര പരിക്ക് സംഭവിച്ചിട്ടുള്ളതായാണ് വിവരം. ഈ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ മറ്റു കുട്ടികൾ മൂന്നാറിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. വാഹനത്തിൽ ആകെ 8 വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. തമിഴ്നാട് തരൂരിൽ നിന്ന് 2 ബസ്സുകളിലായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സംഘം വിനോദസഞ്ചാരത്തിനായി മൂന്നാറിലെത്തിയത്. മൂന്നാറിലെത്തിയ ശേഷം തുടർയാത്രയ്ക്ക് ഇവർ ജീപ്പ് എടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വഴുത്തല ശാന്തിഗിരിയുടെ ഭിന്നശേഷിക്കാർക്കുള്ള തടസ്സരഹിത ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കപ്പെട്ട വീടിന്റെ താക്കോൽ ദാനം നടത്തി. സിനിമാ താരം മോഹൻലാൽ താക്കോൽ ദാനം നിർവഹിച്ചു. ഫാദർ പോൾ പാറക്കാട്ടൽ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 37 വർഷക്കാലമായി ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി വഴുത്തല ശാന്തിഗിരി നിരവധി പദ്ധതികളാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടത്തിവരുന്നത്. ഈ പദ്ധതികളിലൊന്നാണ് ഭിന്നശേഷിക്കാർക്കുള്ള തടസ്സരഹിത ഭവന നിർമ്മാണ പദ്ധതി. ഇതിന്റെ ഭാഗമായി വഴുത്തല ശാന്തിഗിരി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. സിനിമാ താരം മോഹൻലാൽ താക്കോൽ ദാനം നിർവഹിച്ചു. ശാന്തിഗിരി ഡയറക്ടർ ഫാദർ പോൾ പാറക്കാട്ടേൽ, ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് തുറവയ്ക്കൽ CMI, ബർസർ ഫാദർ ഷിൻഡോ കന്നുകെട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. എൽദോസ്, സുജ, മായ എന്നിവർ നേതൃത്വം നൽകി. തടസ്സരഹിത ഭവന നിർമ്മാണത്തിന് പുറമെ സ്വയം തൊഴിൽ പദ്ധതികൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കൃത്രിമ ഉപകരണങ്ങളുടെ വിതരണം, ഓപ്പറേഷനുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും ശാന്തിഗിരി പുനരധിവാസ പദ്ധതികളുടെ ഭാഗമാണ്. ശാന്തിഗിരി ഹോസ്റ്റലിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ താമസ സൗകര്യവും നൽകുന്നുണ്ട്. ശാന്തിഗിരി കോളേജ്, ശാന്തിഗിരി പ്രസ്, ശാന്തിഗിരി സോഫ്റ്റ് ടെക്നോളജീസ്, ശാന്തിഗിരി വർക്ക്ഷോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് അവസരം നൽകുന്നു. കൂടാതെ പഠന വൈകല്യമുള്ള കുട്ടികൾക്കായി വിവിധ കോഴ്സുകളും ഇവിടെ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വഴുത്തല. ഇന്റർനാഷണൽ ഫർണിച്ചർ ബ്രാൻഡായ റോയൽ ഓക്ക് ഷോറൂം തൊടുപുഴയിലും എത്തുന്നു. തൊടുപുഴ കോലാനിയിൽ റോയൽ ഓക്ക് പ്രീമിയം ബ്രാൻഡ് ഫർണിച്ചർ ഷോപ്പ് നവംബർ 23-ന് പ്രവർത്തനം തുടങ്ങും. ഞായറാഴ്ച രാവിലെ 10-ന് കോലാനി പാലാ റോഡിൽ വീക്കോട് ഹിൽ വ്യൂവിൽ മഹനീയമായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, PJ ജോസഫ് MLA, റോയൽ ഓക്ക് ചെയർമാൻ വിജയ് സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇന്റർനാഷണൽ ഫർണിച്ചർ ബ്രാൻഡായ റോയൽ ഓക്ക് ഷോറൂം തൊടുപുഴയിലും എത്തുന്നു. തൊടുപുഴ കോലാനിയിൽ റോയൽ ഓക്ക് പ്രീമിയം ബ്രാൻഡ് ഫർണിച്ചർ ഷോപ്പ് നവംബർ 23-ന് പ്രവർത്തനം തുടങ്ങും. ഞായറാഴ്ച രാവിലെ 10-ന് കോലാനി പാലാ റോഡിൽ വീക്കോട്ട് ഹിൽ വ്യൂവിൽ മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കോലാനിയിൽ ഉള്ള റോയൽ ഓക്ക് ഫർണിച്ചറിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ഈ മാസം നവംബർ 23-ന് രാവിലെ 10 മണി മുതൽ ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും തൊടുപുഴ MLA ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറും ഔദ്യോഗികമായിട്ട് നിർവഹിക്കുകയാണ്. ഈ അവസരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, PJ ജോസഫ് MLA, റോയൽ ഓക്ക് ചെയർമാൻ വിജയ് സുബ്രഹ്മണ്യൻ, വീക്കോട്ട് ഗ്രൂപ്പ് CEO J നിഷാന്ത്, വീക്കോട്ട് പേട്രൺ KS നമ്പൂതിരി, വീക്കോട്ട് മാനേജിംഗ് ഡയറക്ടർ KS ഉണ്ണി, ബാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സിബി ജോസഫ്, വീക്കോട്ട് ബിസിനസ് മാനേജർ സണ്ണി ജോൺസൺ, ആലക്കുഴി എന്റർപ്രൈസസിലെ ബെന്നി ജോസ്, ബിജു ജോസഫ്, ജോയ്സി നിഷാന്ത് തുടങ്ങിയവർ പങ്കെടുക്കും. നിങ്ങളുടെ ഫർണിച്ചർ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ ഇറ്റാലിയൻ, അമേരിക്കൻ, മലേഷ്യൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയിലുള്ള ലോകോത്തര ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫർണിച്ചറുകൾ തൊടുപുഴ റോയൽ ഓക്കിൽ ലഭ്യമാണ്. പ്രീമിയം കസ്റ്റമേഴ്സിന്റെ പർച്ചേസ് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായി മാറും തൊടുപുഴ റോയൽ ഓക്ക് എന്നും മാനേജ്മെന്റ് പറഞ്ഞു.
ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം തൊടുപുഴ റോയൽ ലോക്കിൽ ലഭ്യമാണ്. അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈനുകളുള്ള ഡൈനിങ് സെറ്റ്, റിക്ലൈനേഴ്സ്, സോഫ സെറ്റുകൾ, ബെഡ്റൂം സെറ്റുകൾ, ഓഫീസ് ടേബിളുകൾ ആൻഡ് ഹോം ഡെക്കേഴ്സ് നമ്മുടെ തൊടുപുഴ റോയൽ ലോക്കിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ് കയറി മരിച്ച പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനി ഹെയ്സൻ ബെന്നിന്റെ സംസ്കാരം വാഴത്തോപ്പ് സെയിന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്നു. ബന്ധുക്കളും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആയിരക്കണക്കിന് പേർ ഹെയ്സൻ ബെന്നിന് അന്ത്യോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിന്റെ അങ്കണത്തിൽ മുന്നോട്ടെടുത്ത സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനിയായ 4 വയസ്സുകാരി ഹെയ്സൽ ബെൻ മരിച്ചത്. സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയ കുട്ടി സഹപാഠി ഇനായ തക്സീനുമൊത്ത് നടന്നു നീങ്ങുമ്പോൾ മുൻപോട്ടെടുത്ത മറ്റൊരു ബസ് ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും സംഭവ സ്ഥലത്ത് തന്നെ കുട്ടി മരണപ്പെടുകയുമായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഇനായ തക്സീനെ ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ അധികൃതരും മറ്റ് ഡ്രൈവർമാരും ചേർന്നാണ് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കുട്ടികളെ നിയന്ത്രിക്കേണ്ട ആയമാർ ബസ്സിലുണ്ടായിരുന്നില്ല. വാഹനത്തിലുണ്ടായിരുന്ന 2 അധ്യാപികമാർ കുട്ടികളെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയി എന്നുമാണ് പിന്നീട് വ്യക്തമായത്. സംഭവത്തിൽ ഇടുക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടരുന്നുണ്ട്. അതേസമയം മരണത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ ആരോപണവുമായി ബന്ധുക്കളും രംഗത്തു വന്നു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് തന്നെ കുട്ടിയുടെ വീട്ടിലെത്തിച്ചിരുന്നു. ബന്ധുക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരും വീട്ടിലെത്തി ഹെയ്സൽ ബെന്നിന് അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കാരവും നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാഴത്തോപ്പിൽ സ്കൂൾ ബസ് കയറി 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെയും നടപടി വേണമെന്ന് കുടുംബം. സ്കൂളിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായി. കുട്ടികളെ ക്ലാസ് മുറിയിൽ എത്തിക്കുന്നത് മുതിർന്ന വിദ്യാർത്ഥികളാണ്. ഡ്രൈവറെ മാത്രം പ്രതി ചേർക്കാനാകില്ല. മാനേജ്മെന്റിനെതിരെയും കൃത്യമായ നടപടി വേണം. മറ്റൊരു സ്കൂളിലെയും കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും കുടുംബം പറഞ്ഞു. അത് സ്കൂളിൻ്റെ വീഴ്ചയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് കാരണം അതിൻ്റെ തായമാരോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ പിള്ളേരെ കയറ്റാനോ ഇറക്കാനോ ഇല്ലയെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം മാനേജ്മെൻറ്റ് അത് ഒരു ഡ്രൈവറിൻ്റെ പേരിൽ മാത്രം ഒതുക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല. അപ്പോൾ അത് വ്യക്തവും കൃത്യമായിട്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ പേരിലെ നടപടികൾ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അത് മാനേജ്മെൻറ്റിനെ ക്രൂശിക്കുക എന്നുള്ളതല്ല. ഇനി മറ്റുള്ളൊരു പിള്ളേർക്കോ തുടർന്നുള്ള മറ്റുള്ള സ്കൂളുകളും ഒക്കെ അത് വ്യക്തമായിട്ടുള്ളൊരു നടപടികൾ തുടർന്നുണ്ടാവണം. നമ്മുടെ അന്വേഷണത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ മുതിർന്ന കുട്ടികളാണ് പിള്ളേരെ ക്ലാസ്സിലേക്ക് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. തൊടുപുഴ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ പേഴയ്ക്കാപ്പള്ളി സ്കൂളിലെ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി. സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രിൻസിപ്പൽ TB സന്തോഷ്, ഹെഡ്മിസ്ട്രസ് A സഫീന, സീനിയർ അസിസ്റ്റന്റ് PM റഹമത്ത്, അധ്യാപകരായ KM ഖദീജ, VB അന്നമ്മ രാജൻ, ഫൈസ് ഫിലിപ്പ്, ഡെന്നിറ്റ പ്രമോദ്, ഗീതു G നായർ, KM നൌഫൽ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.
മൂവാറ്റുപുഴയിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിവിധ വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ പേഴയ്ക്കാപ്പള്ളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി. സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങമറ്റം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ കഴിഞ്ഞ മൂവാറ്റുപുഴ സബ് ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിന് ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. LP ജനറൽ വിഭാഗത്തിൽ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ അറബിക് കലോത്സവത്തിൽ HS വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അറബിക് കലോത്സവം UP വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പും അറബിക് കലോത്സവം LP വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പും ആയിരിക്കുന്ന സാഹചര്യം നമുക്കുള്ളത്. ഇനിയും തുടർച്ചയായ വിജയങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുണ്ടാവും. PTA ഉൾപ്പെടുന്ന അധ്യാപകരും അതുപോലെ തന്നെ കുട്ടികളും ഇവരും സന്തോഷത്തിലാണ്. ഇനിയും നമ്മൾ നേടിയെടുക്കും എന്നുള്ള കരുത്തോടെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏവർക്കും വിജയാശംസകൾ നേരുകയാണ്. ജനറൽ വിഭാഗത്തിലും അറബിക് കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിലും പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സമ്മാനം നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. LP UP വിഭാഗങ്ങളിൽ അറബിക് കലോത്സവത്തിൽ റണ്ണറപ്പും നേടി വിദ്യാലയം ചരിത്രം കുറിച്ചു. സർക്കാർ സ്കൂളുകളിൽ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി. LP വിഭാഗത്തിൽ 65 പോയിന്റ് നേടി ഉപജില്ലയിൽ ഒന്നാം സ്ഥാനവും അറബിക് കലോത്സവത്തിൽ LP UP HS വിഭാഗങ്ങളിലായി 195 പോയിന്റ് നേടി ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 77 പോയിന്റ് നേടി ആറാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗം അറബിക് നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഐറിസിന്റെ സ്വപ്നങ്ങൾ എന്ന നാടകം രണ്ടാം സ്ഥാനവും നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രിൻസിപ്പൽ ടിബി സന്തോഷ്, ഹെഡ് മിസ്റ്റേഴ്സ് സഫീന A, സീനിയർ അസിസ്റ്റന്റ് റഹ്മത്ത് PM, അധ്യാപകരായ ഖദീജ BV KM, അന്നമ്മ രാജൻ, പയസ് ഫിലിപ്പ്, ഡെനിറ്റ പ്രമോദ്, ഗീതുജി നായർ, നൌഫൽ KM എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രം രചിച്ച ന്യൂമാൻ NCC ബാൻഡ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതായി ന്യൂമാൻ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കരുണാപുരം ബാലൻപിള്ള സിറ്റിയിലെ ഗ്രാമീണ പാതയെ അധികൃതർ അവഗണിക്കുന്നതായി നാട്ടുകാർ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ UDF കുടുംബയോഗം നടത്തി. സൗത്ത് പിടവൂരിൽ നടന്ന UDF കുടുംബ സംഗമം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം PS നജീവ് ഉദ്ഘാടനം ചെയ്തു. വഴുത്തല ശാന്തിഗിരിയുടെ ഭിന്നശേഷിക്കാർക്കുള്ള തടസ്സരഹിത ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കപ്പെട്ട വീടിന്റെ താക്കോൽദാനം നടത്തി. സിനിമാ താരം മോഹൻലാൽ താക്കോൽദാനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.